മംഗലാപുരം വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ ഭരണകൂടം സർവ്വമത പ്രാർത്ഥന നടത്തി. മംഗലാപുരം വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരവർപ്പിച്ചാണ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ ഭരണകൂടം ശനിയാഴ്ച രാവിലെ അനുശോചന യോഗവും സർവ്വമത പ്രാർത്ഥനയും നടത്തിയത്. അയ്യൂബ് ഖാൻ സഹദി, ഫാദർ വർഗീസ് ജോസ്, ഉളിയ വിഷ്ണു ആസ്ര, MLA-മാരായ CT അഹമ്മദ് അലി, CH കുഞ്ഞമ്പു, കലക്ടർ ആനന്ദ് സിംഗ്, ADM വാസുദേവ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV ബാലകൃഷ്ണൻ, വിവിധ മതസംഘടനാ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളും ചടങ്ങിലെത്തി. ജനിച്ചവന് മരണമുണ്ട്, യാസ്യധ്രുവം മൃത്യു. പക്ഷേ മരണത്തെ നമ്മളെല്ലാം ഭയക്കുന്നു. മരണത്തെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽപ്പെടെയും സ്വാഭാവിക മരണം സുനിശ്ചയമാണെങ്കിൽ തന്നെ ഈ അപമൃത്യു നമ്മളെ വളരെ ഭീതിയാക്കി നമ്മളെ വേദനിപ്പിക്കുന്നു. പ്രകൃതി നമ്മെ രക്ഷിക്കട്ടെ, പ്രകൃതിയാണ് ഈ നമ്മളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള വിശ്വാസമുണ്ട്. അരിഷ്ടാൻ പ്രണശ്യന്തി എന്ന പദം നമ്മുടെ ഉള്ളിലെ അരികൾ കാമ, ക്രോധ, ലോഭ, മോഹ, മതമസ്തരങ്ങൾ, ഇതിലാണ് ദുരന്തങ്ങൾ കൂടുതൽ വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഉത്തരാവുക, ഇത് നമ്മൾ മനസ്സിലാക്കുക, തന്മൂലം ശാന്തി ലഭിക്കും എന്ന വാക്യം സ്ഥിരമായി നിൽക്കട്ടെ. ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കും. അത് മനുഷ്യന്റെ ഒരു അശ്രദ്ധ കൊണ്ട്, വേണ്ടവണ്ണം ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ നമ്മെ അതിലേറെ വേദനിപ്പിക്കും. നമ്മുടെ രാഷ്ട്രത്തെ, കേരളത്തെ, അടുത്ത സംസ്ഥാനത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച അനുഭവമാണ് മംഗലാപുരം ദുരന്തം. 158 പേരിൽ മലയാളികൾ ധാരാളം, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ കാസർഗോഡ് സ്വദേശികൾ. എന്നാൽ തക്ക സമയത്ത് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ ബഹുമാനരായ കളക്ടർ അദ്ദേഹത്തിന്റെ നേതൃത്വവും നമ്മുടെ ഒഫീഷ്യൽസിന്റെ സത്വരമായ ഇടപെടലുമൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതിനായ സന്തോഷമുണ്ട്. സ്നേഹമുള്ള, മനുഷ്യ സ്നേഹമുള്ള ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ വേദനിപ്പിക്കുക മാത്രമല്ല, ഒരിക്കലും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത ദാരുണമായ അപകടം. കറക്റ്റ് പറഞ്ഞാൽ 160 യാത്രക്കാരും 6 ജീവനക്കാരുമായി ദുബൈയിൽ നിന്ന് 1:30 പറന്നുയർന്ന ഇന്ത്യൻ എയർ ഇന്ത്യയുടെ യശസ്വിമാരും സ്വന്തം അച്ഛനെ കാണാനും, സ്വന്തം അച്ഛന്റെ ജനം കാണാനും, സ്വന്തം അച്ഛന്റെ ബോഡി കാണാൻ, സ്വന്തം സഹോദരിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ, സ്വന്തം സഹോദരനുമായി ആശയവിനിമയം നടത്താൻ, ഭാര്യയെ കാണാൻ നീലേശ്വരത്തുള്ള ഭാസ്കരൻ എന്ന് പറയുന്നത് ഒരു സഹോദരൻ ഒരുപാട് കൊല്ലം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തു. മക്കളുടെ ആവശ്യപ്രകാരം ദുബൈയിൽ ജോലി നോക്കുന്ന 3 മക്കളുടെ ആവശ്യപ്രകാരം, നിരന്തരമായ നിർബന്ധമായ ആവശ്യപ്രകാരം അവിടെ ചെന്നു വിഷു ആഘോഷിച്ചു മടങ്ങി വരുന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, ഭാരതത്തിലെ ഏകത്വമുള്ള യാത്രയായിരുന്നു. അങ്ങനെ എത്രയെത്ര വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ്. സ്വന്തം വീട്ടിൽ കല്യാണത്തിന് വേണ്ടി കാത്തിരുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത് മനുഷ്യന്റെ സഹോദരന്റെ ഇടമായിരുന്നു, ബോഡിയായിരുന്നു. ഇതേപോലെ മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടും ബന്ധുക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവരുടെ ഭാര്യയും മക്കളും മറ്റുമെല്ലാം ബന്ധുപതിക്കുന്ന അതിദാരുണമായ രംഗം, ആരെയും വേദനിപ്പിക്കുന്ന രംഗം ആ എല്ലാ മംഗലാപുരത്ത് ഇത്ര ധാരാളമായ ഇന്നൊരു അപകടം ഉണ്ടാകുകയാണ്. ധാരാളപ്പെട്ടവരുടെ അതായത്
അതീവ ദുഃഖസാന്ദ്രമായ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഓരോ സഹോദര അവസരവും ഏതെങ്കിലും കുടുംബത്തിൻ്റെ അർത്ഥാനിക നിയുക്തമായ ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവരെല്ലാം ഓർമ്മിക്കുന്നത്. ഇത്ര തീവ്രമായ ഒരു കാര്യമാണ് ഒരു ജില്ലാ ഭരണകൂടവും ശരിയായ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർവോപരി ജനങ്ങളുമാകെ കൈമേൽ വളർന്നുകൊണ്ട് മാതൃകാപരമായി എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുമോ